മോഹൻലാലിന്റെ മാപ്പോടുകൂടി മുങ്ങിപ്പോയത് പ്രിയങ്ക ഗാന്ധിയാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു ദേശീയ നേതാവ്, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ കൂടിയായ പ്രിയങ്ക എത്തുമ്പോൾ രാജ്യം മുഴുവൻ അത് ശ്രദ്ധയാകർഷിക്കുകയാണ്. ഇവിടെ അവർ എടുക്കുന്ന ഓരോ നിലപാടും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യും. ഇപ്പോഴത്തെ പ്രധാന വിഷയവും അതുതന്നെയാണ്. കഴിഞ്ഞ മാസം 27 റിലീസായ എമ്പുരാൻ 2002 ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്നതോടുകൂടി തികച്ചും സാങ്കല്പികമായ കഥാപാത്രവുമായി വന്ന പൃഥ്വിരാജ് സിനിമ ഇന്ന് ലോക്സഭയിലും ചർച്ചയാവുകയാണ്. എന്നാൽ അതിനപ്പുറത്ത് കേരള രാഷ്ട്രീയത്തിന്റെ നെഞ്ചിൽ തുളച്ചായിരുന്നിറങ്ങുന്ന മോഹൻലാൽ നായകനായ സിനിമ ഇതേ മോഹൻലാൽ ഫാൻസിന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടാണ് ലാലേട്ടൻ എന്ന നടന വിസ്മയം മാപ്പു പറഞ്ഞത്. ഇതോടെ സകല മാധ്യമ ശ്രദ്ധയും ആ ഒരൊറ്റ വഴിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു വലിയ വിഷയം ഇവിടെ മൂടപ്പെടുകയുമാണ് ഉണ്ടായത്. റിപ്പോർട്ടറും 24 ഏഷ്യാനെറ്റും എന്തിന് ഔട്ട് ഫോക്കസിൽ നിറഞ്ഞടങ്ങുന്ന മീഡിയ വൺ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമില്ല. എന്നാൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയത്തെ പലപ്പോഴും അവരുടേതായ പക്ഷം ചേർന്നെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. അതിൽ മുന്നിൽ നിൽക്കുന്നത് മറുനാടൻ മലയാളിയുമാണ്. പറഞ്ഞു വരുന്നത് മുനമ്പം വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് വഖഫ് ബിൽ പാർലമെന്റിൽ വോട്ട് തേടുമ്പോൾ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്നറിയാൻ പറ്റാത്ത തരത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ ഈ വിഷയമായി മുനമ്പം വിഷയം മാറിയിരിക്കുന്നു. മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ ഇന്നും സമരത്തിലിരിക്കുമ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്ന വഖഫ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് മുഴുവൻ ക്രൈസ്തവ വിഭാഗവും ഒന്നു ചേർന്ന് KCBC പറയുമ്പോൾ സത്യത്തിൽ വയനാട്ടുകാർ 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച ദേശീയ നേതാവും ഹൈക്കമാൻഡിന്റെ ഭാഗവുമായി നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലിച്ച് വോട്ട് ചെയ്താൽ ബാക്കി വരുന്ന 18 UDF എംപിമാരും കോൺഗ്രസ് രാഷ്ട്രീയത്തോട് പ്രിയങ്കയോട് ചേർന്ന് നിൽക്കേണ്ടി വരും. എന്നാൽ പ്രിയങ്ക എതിർത്താലോ മുസ്ലിം ലീഗിന്റെ എംപിമാരുടെ നിലപാടിൽ തീർച്ചയായും കോൺഗ്രസ് വിരുദ്ധത പ്രകടമാകുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ വോട്ട് ചെയ്യാത്തവരാക്കി നിശബ്ദരാക്കിയിരുത്താൻ BJPക്ക് വഖഫ് എന്ന ഒരൊറ്റ ബില്ലിലൂടെ സാധ്യമാകുമോ? BJPക്കെതിരെ ഇന്ന് വരെ ഒറ്റക്കെട്ടായി നിന്ന കേരളം അതാര് ഭരിച്ചാലും ശരി BJP മുഖ്യശത്രു എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ BJP ചാക്കിട്ട് പിടിച്ച് വോട്ട് പെട്ടിയിലാക്കാൻ നോക്കുന്ന ക്രൈസ്തവ വിഭാഗം എന്നും കോൺഗ്രസിന്റെ പെട്ടിയിലെ വോട്ടായിരുന്നു. ഇങ്ങനെ എണ്ണമറ്റ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ പ്രിയങ്കയുടെ നിലപാടിലേക്കാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. കേരളത്തിലേക്ക് എത്തുമ്പോൾ മുനമ്പം മുന്നിലുള്ളത് കൊണ്ട് വഖഫ് ബില്ലിനെ അനുകൂലിക്കുകയും മുസ്ലിം വിരുദ്ധതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ പ്രതികൂലിക്കുകയും വേണം. അതിനെല്ലാം അപ്പുറത്ത് അടുത്ത വർഷം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് നേരിട്ട് നടത്താനായി പ്രിയങ്കയും രാഹുലും കടന്നു വരുമ്പോൾ വാർ റൂമുകൾ തുറക്കുമ്പോൾ കോൺഗ്രസ് തരംഗം എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നിടത്താണ് വാർ റൂം തുറക്കുന്ന പ്രിയങ്കയ്ക്ക് തന്നെ മുനമ്പം വിഷയം ഇരുട്ടടി സമ്മാനിക്കുന്നത്. തൽക്കാലം ആ ഇരുട്ടടി എമ്പുരാനിലും മോഹൻലാലിന്റെ മാപ്പ് പറച്ചിലും മുങ്ങി എന്നത് കോൺഗ്രസിന് തൽക്കാലം ആലോചിക്കാൻ എടുക്കുന്ന കുറച്ച് സമയം കിട്ടി എന്ന് മാത്രം.